നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു രീതിയും വെച്ചിട്ട് ഈ തമിഴ് ദേശീയത വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ തമിഴ്നാട്ടിലൊരു പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. ഇനിയുള്ള ഈ തമിഴിൻ്റെ കാര്യം പറയുവാൻ ഞങ്ങളേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ആ നാട്ടിലെ ആളുകളെ അറിയിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് DMK-യുടെയും അതുപോലെ സ്റ്റാലിൻ്റെയും ഒക്കെ ഒരു രീതി. അതെ, കാരണം ഇതൊരു പോകുന്നത് തമിഴ് എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. അവർ ആദ്യം പോലെ നമുക്ക് മലയാളിക്ക് വികാരമില്ലേ? അതെ, അല്ല അതിനേക്കാളൊക്കെ തമിഴ് എന്നും പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാണുന്നത് ഈ ഇവിടെ തമിഴ് പുലികൾ, അങ്ങനെ കുറേ തമിഴന്മാർക്ക് സപ്പോർട്ട്, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇങ്ങനെ ഒരു സപ്പോർട്ടും ഒക്കെ ഒരു വിഭാഗമാണ്. അവർക്ക് അവരുടേതായ ചിന്തകൾ. പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര വലുത് കാര്യമായിട്ടൊരു തമിഴ് ദേശീയത നമ്മൾ ഉണ്ട് എന്ന്. ഈ പെരിയാറിന്റെ ഒരു ഇൻസ്പിറേഷൻ ഭയങ്കരമായിട്ട് ഈ തമിഴ്നാട്ടിലുണ്ട്. ദ്രാവിഡ മുന്നേറ്റം എന്ന് പറയുന്നതും ദ്രാവിഡ സംസ്കാരം എന്ന് പറയുന്നതും ഒക്കെ അതിന്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുലി എന്ന് വെച്ചാൽ LTT അത്രയും ആക്രമണങ്ങൾ നടക്കുമ്പോഴും അതിനെ ന്യായീകരിക്കാനോ ഒക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു രീതി. അതിൽ കൂടുതൽ അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ദേശീയ വികാരം ഭയങ്കരമായിട്ടുണ്ട്. ഇത് ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. ഇതൊരു തമിഴകം എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അതെ, ഒരു ചുരുക്കി അവരെ ആ ഒരു ചിന്താഗതിയിലോട്ട് എത്തിക്കുക. കാരണം ഒരു ദേശീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകളിൽ ഇപ്പൊ അവർക്കൊരു ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നാടകമായിട്ടാണ് നമുക്കിന്ന് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ദേശീയ അല്ലെങ്കിൽ മാതൃഭാഷ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തമാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. ഇല്ല, അതൊരു അതെ ഇവർ ഇതിൻ്റെ അകത്ത് വിഷം കലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രൂപയുടെ നമ്മുടെ ഹിന്ദി മാറ്റിയിട്ട് രൂ എന്ന് പറഞ്ഞ് തമിഴിലാക്കി. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മാത്രം രൂപയ്ക്ക് മൂല്യം കൂടും. അതെ, അല്ല ഇത് വെറുതെ ആൾക്കാരുടെ മനസ്സിലൊരു വിഷം കുത്തിവെക്കും. ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ രൂ എന്നും പറഞ്ഞിട്ടൊരു രൂപ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് നമ്മുടെ രാജ്യത്തെ എല്ലായിടത്തും അല്ലെങ്കിൽ വിദേശത്താണ്. ഇപ്പൊ ഈ ഡോളർ എന്നുള്ളതിന്റെ ഒരു സിമ്പൽ ഒരെണ്ണേ ഉള്ളൂ. അത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതായാലും US ഉപയോഗിക്കുന്നതായാലും ഒക്കെ US ഡോളറിന്റെ ഒരു സിമ്പല്. അതേപോലെ തന്നെയാണ് നമ്മുടെ രൂപ. അത് ഇന്ത്യയിലാണെങ്കിലും പുറത്ത് ഇനി US എല്ലായിടത്തും രൂപയുടെ സിമ്പല് രൂപ, പൗണ്ടിന്റെ സിമ്പല് പൗണ്ട്, ആ ഒരു സിമ്പല് തന്നെ. അത് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് രൂപയ്ക്ക് വേറൊരു സിമ്പല് ഇടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകത്തിന്റെ ഫലമാണ്. ഇതിപ്പോ വിദേശത്ത് പോയിട്ട് ഒരുപാട് കമ്പനികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന ഒരാളാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇവിടെ പോയിട്ട് അവിടെ പോയി മടക്ക് കസേരയിൽ പോയി ഇരുന്ന മുഖ്യമന്ത്രി അല്ല സ്റ്റാലിൻ. അവിടെ ചെന്ന് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും സ്റ്റാലിൻ ഇന്ത്യയിലേക്കാണ്, അല്ലാണ്ട് തമിഴ്നാട്ടിലേക്കല്ല. ഇന്ത്യയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന്റെ ഒരു വലിയ ഇലക്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനിൽ വിജയിച്ചിട്ടാണ് സ്റ്റാലിൻ ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. പക്ഷെ വിജയിച്ചത് ഈ പറയുന്ന പോലെ ദ്രാവിഡ രാഷ്ട്രീയം പിഴിഞ്ഞ് വിഷം വമിപ്പിക്കുന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്ന് മാതൃഭാഷ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും അതിനൊരു വലിയ രാക്ഷസി പരുവം ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് സ്റ്റാലിൻ ഇപ്പോൾ പെരുമാറുന്നത്. അതെ, അത് അവരുടെ ആ നാട്ടുകാരുടെ മനസ്സിൽ ഒരു വിശാലമായ ചിന്ത ഉണ്ടെങ്കിൽ അതിനൊരു ഇടുങ്ങിയ ലെവലിലോട്ട് മാറ്റുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇലക്ഷന് കണ്ടു, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നൊരു രീതിയിൽ. കാരണം ആൾക്കാർക്ക് വിശാലമായിട്ട് കാണുമ്പോൾ അതിനെ ഞങ്ങൾ എന്ന് പറയുന്ന പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ ഇരുന്നിട്ട് ഇതാണ് ഞങ്ങളാണ് രാജ്യം എന്ന് പറയുന്ന രീതിയിലോട്ട് കാണിക്കുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിട്ടും ആൾക്കാര് ഇന്ത്യ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ സംസ്കാരവും ദ്രാവിഡ രീതിയും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളില്ല എന്ന് പറയുന്ന സ്റ്റാലിന്റെ രീതിയിലേക്ക് ആളുകൾ മാറി. ആ രീതിയിലല്ല ഇപ്പൊ ആളുകൾ. ഒരു തമിഴിന് അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്നത് മലയാളി, കേരളം എന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഒരു പഞ്ചാബ് മോഡലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം കഴിഞ്ഞു. ഇപ്പൊ ആൾക്കാർക്ക് ഒരു വിരൽത്തുമ്പിൽ ഈ രാജ്യത്തും നടക്കുന്ന മുഴുവൻ കാണും. പണ്ടാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് പറഞ്ഞിരുന്ന തള്ളുകൾ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയാണ് നമ്മുടെ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനുള്ളൊരു ജനസമൂഹം അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ മുഴുവൻ കാണുമ്പോൾ ഇതാണ് ഈ പൊട്ടനാണോ പറയുന്നത് നമ്മൾ അന്നത്തെ പ്രസംഗത്തിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അതെ.
അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിരുന്ന ആ കാലമൊന്നും അല്ല ഇപ്പോ. ഇങ്ങനെ ആൾക്കാരെ എത്ര പിടിച്ച് ഉള്ളിൽ നിർത്തിയാലും അവർ വിശാലമായിട്ടുള്ളൊരു രാജ്യം തന്നെ, നാട് തന്നെ കാണും. അപ്പൊ ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്നത് ചിലപ്പോൾ പണ്ടായിരുന്നെങ്കിൽ വിജയിച്ചേനെ. ആ കാലമൊക്കെ മാറിയില്ലേ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു മണ്ഡലം പുനഃക്രമീകരിക്കുന്നു, മണ്ഡലങ്ങൾ കൂടും, തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ കുറയുന്നു. ഇത് വച്ചിട്ട് ഈ സ്റ്റാലിൻ അണ്ണൻ പുതുതായിട്ട് ഒരു പണിയിപ്പിച്ചേക്കാണ്. ഇതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരാവശ്യവുമില്ലാത്തൊരു സമരം. ഈ ഒരാവശ്യവുമില്ലാത്ത സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ട് ഈ ലോകത്ത്. ആരാണ്? കേരളത്തിന്റെ പിന്തുണ എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പോയിട്ട്. അതെ, ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ആരെക്കാൾ അല്ല, അതൊന്നും ദേശാഭിമാനിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, സംസ്ഥാനങ്ങൾ പ്രതിഷേധത്തിലേക്ക്. കാരണം ഈ സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തമിഴ്നാടും കേരളമാണ് എന്നാണ് അവരുടെ കൺസെപ്റ്റ്. അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു, പുള്ളി ഇപ്പൊ വീട്ടിലിരിക്കുക. അതെ. അപ്പോ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ, രാജ്യത്തിന്റെ രീതി, ഒരു രാജ്യം വികസിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആക്സ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും ആദ്യം പരമപ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു രാജ്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ, നല്ല രീതിയിൽ വികസിക്കണമെങ്കിൽ, നല്ല രീതിയിൽ വലിയ രീതിയിലേക്ക് ലോക രാജ്യങ്ങളിൽ മുൻപന്തിയിലെത്തണമെങ്കിൽ 2 ഘടകങ്ങളാണ് വേണ്ടത്. ഒന്ന് ദേശീയതയാണ്. സ്വന്തം രാജ്യത്തെ, സ്വന്തം കുടുംബത്തേക്കാൾ അല്ലെങ്കിൽ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന പൗരന്മാരുണ്ടാകണം എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്താണ്? അഴിമതിയില്ലാത്ത ഒരു ഭരണരീതി. അപ്പോൾ അഴിമതിയില്ലാത്ത രാജ്യസ്നേഹമുള്ള ഒരു രാജ്യം, അത് എത്ര ചെറിയ രാജ്യമാണെങ്കിൽ പോലും അതിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇസ്രായേലൊക്കെ. അപ്പോൾ ഇത്തരം രീതിയിലേക്കാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകേണ്ടത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ചില വിഘടനവാദങ്ങൾ കൊണ്ടുവന്ന്. എന്തിനാ അത് കൊണ്ടുവരുന്ന? രാജ്യത്തിന്റെ നന്മയ്ക്കല്ല. ഉദയാനിധി സ്റ്റാലിൻ ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ച് പൊട്ടിയ ഇയാളെ ഉപമുഖ്യമന്ത്രിയാക്കി, അയാളെ മുകളിലേക്ക് ആക്കണം. ഇവിടെയും അത്തരത്തിലുള്ള ചില അമ്മായിപ്പനിസം മരുമോനിസം ഉണ്ടെന്ന് പറയപ്പെടുന്നു, എനിക്കറിയില്ല. ഇനി അതാണോ പ്ലാൻ? ഇതെല്ലാം ഇങ്ങനെ ദേശീയതയെ മാറ്റിക്കൊണ്ട്, വിഘടനവാദത്തെ വളർത്തിക്കൊണ്ട്, ഇവരുടെ സ്വന്തം അല്ലെങ്കിൽ ആ പാർട്ടിക്ക് പോലും ചിലപ്പോൾ ഉപകാരമില്ല, ആ പാർട്ടിയിലൊരു ലോക്കൽ നേതാവിന് പോലും ചിലപ്പോൾ ആഗ്രഹം ദേശീയതയായിരിക്കും. പക്ഷെ അവനെ പോലും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശരിക്കും വിഷാംശം കലർത്തുകയാണ്. രാജ്യത്തിൻ്റെ അകത്ത് വിഷം കലർത്തുന്ന ഇത്തരത്തിലുള്ള രീതികളോട് പോയി പണി നോക്കാൻ തന്നെ തമിഴ് ജനതയായാലും കേരള ജനതയായാലും പറയും. കാരണം ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇടത് കേരളത്തിലും ഇല്ല എന്ന് പറഞ്ഞ ഒരു ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും ദേശീയതയെ കുറ്റം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സ്വന്തം അസ്തിത്വത്തെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അസ്തിത്വത്തെ കുറ്റം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരമില്ല. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പരാജയമായിരിക്കും എന്നുള്ളതാണ് സ്റ്റാലിനും കേരളവും ഒക്കെ കാണേണ്ടത് എന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളൂ. ഇതിന് നിലനിൽപ്പില്ല, ഇതധികം നാൾ പോവില്ല. ഇത് സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ സ്റ്റാലിൻ കാണിച്ച എന്നുള്ള തമിഴ് ഭാഷയൊക്കെ അന്തരീക്ഷത്തിൽ കുറച്ച് നാളൊരു ചർച്ചയാവുമെങ്കിലും ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം. എന്തായാലും സ്റ്റാലിൻ്റെ പുതിയ പരിപാടികൾ എത്രത്തോളം നാളുണ്ടാവുമെന്ന് നോക്കിയാൽ മതി. കാരണം ഇതിനൊന്നും വലിയ ആയുസില്ല. ദേശീയതയാണ് ഇന്ത്യയുടെ ആയുധം. ദേശീയതയിലാണ് ഇന്ത്യക്കാരെല്ലാം, ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഇതിഹാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.